ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് വീണ്ടും ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് അടുത്തുവരുവാൻ കർത്താവ് ഒരു അവസരം കൂടി ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ 213 മീറ്റിംഗ് ആണ്, പ്രയർ സൂം മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും നമുക്ക് മതിയാവത്തില്ല. അത്രമാത്രം ദൈവം നമ്മളെ നടത്തുന്നു. എന്തോരം മെസ്സേജുകൾ കേൾക്കുവാൻ, എത്ര പേരെ പരിചയപ്പെടുവാൻ ഈ പ്ലാറ്റ്ഫോം നമുക്കിടയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, എത്ര അറിയാൻ വയ്യാത്ത ആൾക്കാരെ നമുക്ക് അറിയാനും അവരുടെ ടെസ്റ്റിമണി കേൾക്കാനും ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയാനിടയായി. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം തുടർന്ന് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിന്റെ 2-ാം വാക്യം. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ അവർ പാടിയ പാട്ടാണിത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതേ പറയാനുള്ളൂ. കർത്താവ് നമ്മുടെ ബലവും ഗീതവും അവനാണ്, നമ്മുടെ രക്ഷയായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽപ്പാനിടയായത്. നമുക്ക് ചുറ്റുപാടും നോക്കുമ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അതുപോലെ പലതരത്തിലുള്ള അപകടങ്ങളും, അനേകര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേക ഭവനങ്ങളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ, ദൈവമക്കളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. അതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ നമ്മളെയും കൊണ്ട് കർത്താവിന് കുറച്ചുകൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ സമയങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ആ നിലയിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും താഴ്മയോടെ നമുക്ക് ആയിരിക്കാം. നമ്മൾ എത്രത്തോളം നമ്മളെ താഴ്ത്തി കൊടുക്കുന്നു, അത്രത്തോളം ദൈവത്തിന് നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഇപ്രകാരമാണ്. ഓപ്പണിംഗ് പ്രയർ നമ്മുടെ പ്രിയപ്പെട്ട എൽസി ആന്റിയാണ് ചെയ്യുന്നത്. ഇന്നും ആന്റി വളരെ തിരക്കുകളുടെ മധ്യത്തിലും നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഒരു മെസ്സേജ് തന്നെ കേട്ടു. കിട്ടുന്ന സമയങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. ആന്റിയാണ് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത്. അതിനുശേഷം 2 പാട്ടുകൾ നമുക്കായിട്ട് പാടുന്നത് സുധാ ജിബുവാണ്. പ്രിയ സഹോദരി പലപ്പോഴും നമുക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട്. സഹോദരിയെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൽസി ആന്റിയും വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം മെസ്സേജ് നമ്മുടെ സിസ്റ്റർ സുനി ഷാജിയാണ്. സഹോദരിയെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരി ഓർത്ത് എപ്പോഴും നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനുള്ള കാര്യങ്ങളാണുള്ളത്. അവരും അവിടെ പ്രവർത്തനത്തിലായിരിക്കുന്നു. അവരെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. പിന്നെ നമുക്ക് 7:25 വരെയുള്ള സമയം നമുക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഒടുവിലായിട്ട് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശാന്തമ്മ ആന്റി ആയിരിക്കും. എല്ലാവരെയും, കടന്നു വന്ന എല്ലാവരെയും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം യൂട്യൂബിലൂടെ ഒക്കെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടും സൗമ്യതയോടും താഴ്മയോടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എൽസി ആന്റി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ബലവും ഗീതവും രക്ഷയുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ അവസരത്തിനായിട്ട് സ്തോത്രം. നിന്റെ പ്രിയ മക്കൾ, നിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിന്റെ പ്രിയ മക്കൾ ഒന്നിച്ചുകൂടി നിന്റെ സന്നിധിയിൽ നിന്റെ പാദപീഠത്തിങ്കൽ മുട്ടുകുത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. ആ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾക്ക് നിന്റെ പാദത്തിൽ ഇരിപ്പാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അതിന് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് സ്തോത്രം. ഞങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം വിശ്വാസം മൂലം പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്തൊരു പദവിയാണ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ പരിപൂർണത അവിടെ മാത്രമേ ഉള്ളൂ.
ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ലഭിച്ചാലും കർത്താവെ, നിന്റെ സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. ദേശത്തിന്റെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹോദരിമാർ കൂടി വന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ കൂടിവരവിനെ നീ അനുഗ്രഹിക്കണം. കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു, അതോർത്ത് ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ലീഡ് ചെയ്യുന്ന സഹോദരി കർത്താവെ ആവശ്യമായ കൃപ നൽകി സഹായിക്കണം. അവരെ പാട്ട് പാടുന്ന സഹോദരിക്ക് നല്ല പാട്ടുകൾ പാടുവാൻ, നിന്റെ സന്നിധിയിൽ പാട്ടുകൾ പാടി സന്തോഷിക്കുന്നത്, ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ തന്ന മനോഹരമായ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. അതിനുശേഷം സാജിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ആ സഹോദരി ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാണ്. ആ സഹോദരിയുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന വചനം ഞങ്ങൾ ശ്രദ്ധയോടെ പണ്ടൊക്കെവണ്ണം നിന്റെ മകളെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മുമ്പാകെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, സ്വർഗം സന്തോഷിക്കുന്ന ഒരു പ്രാർത്ഥന കഴിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. അതിനുശേഷം കർത്താവ് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന സഹോദരിക്കായ സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾക്ക് കൃപയുള്ള സഹോദരിമാരെ തന്നുകൊണ്ട് സ്തോത്രം. കർത്താവ് ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്നുകൊണ്ട് സ്തോത്രം. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു ലോകത്ത് ദിവ്യ സമാധാനം അനുഭവിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ അല്പസമയം കഴിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പേരായ തൃപ്പാത്തിൽ സമർപ്പിക്കുന്നു. വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, രോഗികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവരുണ്ട്, അവരെ ഓർക്കുന്നു. ഇന്നത്തെ കൂടിവരവ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളുമായിട്ട് ഞങ്ങൾ തൃപ്പാത്തിൽ ഇതാ മുട്ടുകുത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം, ഞങ്ങളെ അനുഗ്രഹിക്കാതിരിപ്പാൻ തക്കവണ്ണം, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എളിയവളുടെ ഹൃദയത്തെ തുറന്നു വെക്കുന്നു. തെറ്റുകളുണ്ട് കർത്താവെ, അത് ഏറ്റു പറയുന്നു. ശുദ്ധീകരണം പ്രാപിച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. നിന്റെ ആത്മാവ് നിറഞ്ഞ് സന്തോഷ പരിപൂർണതയിലിരുന്ന് സ്വർഗം സന്തോഷിക്കുന്ന ഒരു മീറ്റിംഗ് നടത്തുവാൻ തക്കൊണ്ട് സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു എൽസി ആന്റി. ഇനി നമുക്ക് പാട്ടുകൾ കേൾക്കുവാനുള്ള അവസരമാണ്. അതിനായിട്ട് വളരെ സ്നേഹത്തോടെ സഹോദരി സുധ ജിബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകി, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളി ലോകി, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നീ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ
അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ ഈ കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. ആരാധന, അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. സ്തോത്രം. എന്നെന്നും കരുതുന്നോൻ യേശു, എന്നെന്നും കാക്കുന്നോൻ യേശു, എന്നെന്നും കരുതുന്നോൻ യേശു, എന്നെന്നും കാക്കുന്നോൻ യേശു. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസ്സോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമാതോ മാറായോ ചെങ്കടലോ എരിഹോ യോർദാനതോ എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ജീവനോ മരണമോ ഏതായാലും സമ്മതം, കാലമേതായാലും യേശുവാനന്യൻ തന്നെ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. താങ്ക് യു സിസ്റ്റർ. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ടുകൾ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തി. ഇനി നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള അവസരമാണ്. പ്രിയദാസിയെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടുകൂടി നമ്മളോട് ഇന്നത്തെ വചനം സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി
നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. സൗരി സുനീഷ ഹാജി അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ആന്റി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എല്ലാ ആന്റിമാരുടെയും മുമ്പായ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് എനിക്കും കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ഞാൻ എല്ലാ മഹത്വം അർപ്പിക്കുന്നു. കൂടാതെ ഷീബാന്റിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മള് പുതിയതായിട്ടൊന്നും ഇല്ല, നമ്മളൊന്നും കൂടി ഓർത്ത് കർത്താവിനെ കൂടുതൽ സ്തുതിപ്പാനും കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് വരുവാനും ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ വാക്യത്തിൽ കുറച്ച് ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ നാം വാക്യമുണ്ടായി, അപ്പോസ്തലനായ യാക്കോബ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരനും അപ്പോസ്തലനായ യാക്കോബ് വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ആ ലേഖനത്തില് 4-ാം അധ്യായത്തിൽ നാം വായിക്കുകയുണ്ടായി, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമുക്കറിയാം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് അനേക വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ 1-ന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തോട് യാചിക്കണമെന്ന്. അതുപോലെ രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതിന്റെ 6-ാം വാക്യത്തില് സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണമെന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. പിന്നെ 4-ന്റെ 3-ൽ നാം കാണുന്നു ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കരുത് എന്ന് നാം അവിടെ കാണുന്നുണ്ട്. അതുപോലെ 5-ന്റെ 13-ൽ നാം കാണുന്നു കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം. അതുപോലെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ദൈവത്തോട് അടുത്ത് ചെന്ന് സങ്കടപ്പെട്ട് ദുഃഖിച്ചും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് നാം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. 5-ന്റെ 17 നാം വായിക്കുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ നാം ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്നത് 4-ന്റെ 8-ല് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങള് നമുക്കറിയാം അല്ലെ. നമ്മുടെ ദൈവം ആരാണ് അല്ലെ. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയായ ദൈവമാണ്. അതുകൂടാതെ തന്നെ പുറപ്പാട് പുസ്തകം 34-ന്റെ 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ന്റെ 6-7, കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യവും മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്നെല്ലാം നാം ഇവിടെ വായിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ ആ ശ്രേഷ്ഠമായ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ദൈവം അപ്പോൾ ആരാണ്, നാം ആരുടെ മക്കളാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അതുപോലെ നമുക്ക് കാണുന്ന ആ ദൈവത്തിന്റെ അടുക്കൽ നാം എപ്രകാരമാണ് അടുത്ത് ചെല്ലേണ്ടത്. സങ്കീർത്തനം 2-ന്റെ 11-ൽ നാം വായിക്കുന്നു ഭയത്തോടെ വിറയലോടെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലണം. അതുപോലെ എബ്രായർ 4-ന്റെ 16 നാം വായിക്കുന്നത് ധൈര്യത്തോടെ അടുത്ത് ചെല്ലണം. അതുപോലെ നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുവിൻ. അപ്പൊ ആ ദൈവത്തിന്റെ അടുക്കൽ നാം എങ്ങനെയാണ് അടുത്ത് വരേണ്ടത്, നാം ആരുടെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ഭയത്തോടെ വിറയലോടെ ധൈര്യത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ യഹോവയുടെ അടുക്കലേക്ക് നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് നാം അടുത്ത് ചെല്ലണം. നമുക്കറിയാം നാം എബ്രായർ 4-ന്റെ 16 നമുക്ക് വായിക്കാം. 4-ന്റെ 16 നാം വായിക്കുന്നു അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കരുണയും കൃപയും ലഭിക്കാൻ നാം ധൈര്യത്തോടെ അവന്റെ അടുക്കൽ ചെല്ലണം. എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവ് നമ്മുടെ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമർ 8-ന്റെ 34-ാം വാക്യത്തിലും അതുപോലെ എബ്രായർ 7-ന്റെ 25-26 വാക്യങ്ങളിൽ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതുകൊണ്ട്
പ്രശ്നങ്ങളും പരീക്ഷകളും വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. നമ്മുടെ ആവശ്യ സമയത്ത് അവൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നാം ഭയം കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ നാം അടുത്ത് ചെല്ലണം. ആ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, അല്ലെ? അതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാർ 5:3 അവിടെ ഇസ്രായേലിൽ നിന്ന് വന്ന ആ ചെറിയ പെൺകുട്ടി തന്റെ യജമാനത്തിയോട് പറയാണ്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ, അതെ, യജമാനൻ ആ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന ആ ചെറിയ പെൺകുട്ടി തന്റെ യജമാനത്തിയോട് പറയുന്നു. ആ വാക്ക് കേട്ട് നാം മൊത്തം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ നാം 5:14 നാം വായിക്കുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നേ, അവൻ ചെന്നു ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി, അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴും നമ്മുടെ ഏത് ആവശ്യങ്ങളും, നമ്മുടെ ഏത് കാര്യമാണേലും നാം നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് അതിന് പരിഹാരം വരുത്തി തരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ എസ്തേർ 4-ാം അധ്യായം അതിന്റെ 14-16 വാക്യം നാം വായിക്കണം. അവിടെ നാം വായിക്കുന്നത്, മൊർദെഖായി എസ്തേറിനോട് പറയുന്ന, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ അപ്പോൾ നമുക്ക് അവിടെ കാണുന്നതായിട്ട് വായിക്കാം. 14-ാം വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്, ആർക്കറിയാം? അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂസിനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എന്റെ ബാല്യകാര്യത്തികളും അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ അവിടെ നാം കാണുന്നത് അതിന്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുന്ന, നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും എന്ന് ആ എസ്തേർ നിർണയിക്കുന്നതായിട്ട് നാം കാണുന്നു, തീരുമാനം എടുക്കുന്നതായിട്ട് നാം കാണുന്നു. രാജാവിന് നമുക്കറിയാം 5-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ ദൈവം അതുപോലെ കരുണയുള്ളവനാണ്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളയുകയില്ല. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അപ്പോൾ യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് നാം അവനെ അന്വേഷിക്കണം. 2 ദിനവൃത്താന്തം 15:2 നാം വായിക്കുന്നു, നിങ്ങൾ യഹോവയോട് കൂടി ഇരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഇവിടെ നാം കാണുന്ന ഓദേദിന്റെ മകനായ അസര്യാവ് ആസയോട് പറയുന്ന വാക്കുകളാണ്. അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 2 ദിനവൃത്താന്തം 15-ന്റെ 15-ാം വാക്യത്തിൽ എല്ലാ യഹൂദ്യരും അതായത് അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടെ കൂടെ അവനെ അന്വേഷിച്ചത് കൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്ന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ താല്പര്യത്തോടെ യഹോവയുടെ അടുക്കിലേക്ക് അവർ അടുത്തു ചെന്നു. നാം അതിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത് 2 ദിനവൃത്താന്തം 15-ന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ആസയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. ദേശത്ത് സമാധാനം ഉണ്ടായി എന്ന് നാം അവിടെ കാണുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ താല്പര്യത്തോടെ അടുത്തു വരുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളയുകയില്ല, ദൈവം കൈവിടുകയില്ല എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണാനായിട്ട് കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ അത് 3 സുവിശേഷങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. പള്ളിപ്രമാണിയായ യായിറോസിന്റെ കുഞ്ഞു മകള് അത്യാസന നിലയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് ആ വാക്ക് പറഞ്ഞപ്പോൾ കർത്താവ് ആ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയില് അവിടെ വഴിയിൽ വെച്ച് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ
പല വൈദ്യന്മാരാലും ഏറെ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവളുടെ വിശ്വാസം എന്തായിരുന്നു? അവൾ അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ പുറകിൽ നിന്ന് വന്ന് പുരുഷാരത്തിൽ കൂടെ പിറകിൽ നിന്ന് വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ടു എന്ന് നാം കാണുന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, അവൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചായിട്ട് നാം കാണുന്നു. അപ്പോൾ കർത്താവിനെ കുറിച്ച് അവൾ കേട്ടു, അവൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. അവളുടെ വിശ്വാസം. അപ്പോൾ നാം കർത്താവിന്റെ അടുക്കിലേക്ക് നാം വരുന്ന പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വിശ്വാസത്തോടു കൂടെ അവള് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. കർത്താവിനെ കുറിച്ച് അവൾ കേട്ടു. അപ്പോൾ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. അവൾക്ക് അവളുടെ ശരീരത്തിൽ അത് അനുഭവപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എത്രയോ വർഷമായിട്ട് അവൾ രോഗിയായിരുന്നു, അല്ലെ? എത്രയോ പൈസ അവൾ ചെലവാക്കി കാണും. എന്നാൽ അതിന് ഒരു ഭേദവും വരാതെ വളരെ നിരാശയിൽ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ കർത്താവിന്റെ അടുക്കൽ, എന്നാൽ അവിടെ നാം വായിക്കുന്നുണ്ട്, അശുദ്ധമായ ഒരു സ്ത്രീയാണ് അവൾക്ക്. അതുകൊണ്ടാണ് അവൾ ആരോട് പറയാതെ വളരെ രഹസ്യമായിട്ട് കർത്താവിന്റെ ആ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി. അശുദ്ധിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവള് പുറകിൽ നിന്ന് വന്ന് കർത്താവിന്റെ ആ വസ്ത്രത്തിൽ തൊട്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു നാം കാണുന്നു. അപ്പൊ അവിടെ അവൾക്ക് സൗഖ്യം ലഭിച്ചത് അവളിൽ പ്രവർത്തിച്ച ദൈവശക്തിയാണ്, അല്ലെ? കർത്താവിന്റെ ആ ശക്തി അവളിൽ പ്രവർത്തിച്ചു. അവൾക്ക് പൂർണ്ണമായി അവൾ കർത്താവിൽ വിശ്വസിച്ചു. ഈ അവളുടെ ആ വിശ്വാസം, അതെ, സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് ഉത്തരം തരും എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 5-ന്റെ 5-6 വാക്യങ്ങളിൽ 38 വർഷമായിട്ട് രോഗം പിടിച്ചു കിടന്ന മനുഷ്യൻ സൗഖ്യമാക്കുവാനായിട്ട് കർത്താവ് യെരുശലേമില് ആട്ടുവാതിക്കൽ ബെഥസ്ത ആ കടവിലേക്ക് കർത്താവ് ചെല്ലുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ നാം മുമ്പ് വായിച്ച വാക്യപ്രകാരം ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ ഇവിടെ ഈ 38 വർഷമായിട്ട് രോഗം പിടിച്ച് നമുക്കറിയാം, ആ കുളത്തിലെ ബെഥസ്ത കടവില് നമുക്കറിയാം, അവിടെ ഒരു സ്വർഗ്ഗദൂതൻ വന്ന് വെള്ളം കലക്കും. അതിൽ കലക്കി കഴിയുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആള് സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ഈ വ്യക്തി 38 വർഷമായിട്ട് പ്രയത്നിക്കുവാണ്. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. അവൻ പറയുകയാണ്, അവിടെ നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. എന്നെ വളരെ അത് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 5-6 വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. എനിക്ക് ആരുമില്ല. കർത്താവിനോടുള്ള സ്ഥിതി പറയുകയാണ്. അവന്റെ സ്ഥിതി അതാണ്. അവൻ ആരുമില്ല. കർത്താവ് അവന്റെ അടുക്ക അവനോട് പറയുകയാണ്, കർത്താവ് പറയാണ്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? കർത്താവ് അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവന് സൗഖ്യമാക്കിയതായിട്ട് നാം കാണുന്നു. അവന് പൂർണ്ണ സൗഖ്യം വന്നതായിട്ട് നമ്മുടെ കാണുന്നു. അതെ, നാം സങ്കീർത്തനം 62-ന്റെ 8 നാം വായിക്കുന്നത്, ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. നമ്മുടെ ദൈവം നമുക്ക് സങ്കേതമാണ്. നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആരുമില്ലാത്തവർക്കും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് എപ്പോഴും സഹായകനായിട്ട് കൂടെയുണ്ട്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് നാം ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലണം. നമ്മുടെ കുറവ് ആദ്യം തന്നെ നമുക്ക് വിശ്വാസം വേണം. ആ കർത്താവിനെ നമ്മൾ അറിയേണ്ടവണ്ണം നമ്മൾ അറിയണം. നമ്മുടെ ദൈവം ആരാണ്? നാം ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ മുഖത്തേക്കല്ല, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ കരങ്ങളിൽ ഭരമേൽച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരും. ആ ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നവനാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 1-3 നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ, ഞാൻ
നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും. എങ്കിലേക്ക് തിരിവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും. അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ തിരിഞ്ഞ് നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ടു, അവരെ നിന്റെ കരുണ പ്രകാരം പല പ്രാവശ്യം വിടുവിച്ചു. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾ എത്രയോ പ്രാവശ്യം കർത്താവിനോട് മത്സരിച്ചു, അല്ലെ? അവർ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ മത്സരിച്ചു ആയിട്ടൊക്കെ നാം സംഖ്യാപുസ്തകത്തിലും ഒക്കെ നാം വായിക്കുന്നുണ്ട്. എത്രയോ പ്രാവശ്യം അവർ പിറുപിറുത്തു. എങ്കിലും അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം അവരെ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ കരുണ പ്രകാരം പല പ്രാവശ്യം വിടുവിച്ചതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. അതുപോലെ മാലാഖിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, മാലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത്, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവയാണ് അരുളി ചെയ്യുന്നത്, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരും. നമുക്ക് എത്രയോ സന്തോഷം തരുന്ന വചനമാണ്, അല്ലെ? അതുപോലെ സങ്കീർത്തനം 145-ന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പോ ഇത്ര അടുത്തിരിക്കുന്ന ദൈവം വേറെ ഏതുള്ളൂ, അല്ലെ? നാം അറിഞ്ഞിരിക്കുന്ന നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്, എത്ര വിശ്വസ്തനാണ്, എത്ര വാക്കുമാറാത്തവനാണ്. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയവുമായിട്ട് നാം കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ഹോശേയ 6:1 നാം വായിക്കുന്നു, വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. നമ്മുടെ സങ്കട യാചനകൾ, നമ്മുടെ ഏത് ആവശ്യങ്ങളാണേലും നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് നാം ചെന്ന് പറയുക. അതുപോലെ 2 കൊരിന്ത്യർ 7:1 നാം വായിക്കുന്നു, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മിഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തോടെ അവന്റെ അടുക്കലേക്ക് ചെല്ലാൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി, നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവഭയത്തോടെ അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നാം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 6:37 വായിക്കുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഇതെല്ലാം വളരെ സന്തോഷം തരുന്ന വചനങ്ങളാണ്. നമ്മളുടെ കർത്താവിന്റെ അടുക്കിലേക്ക് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ വരുന്ന ദിവസങ്ങളിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓരോ ആഴ്ചയിലും നമ്മള് 212 മെസ്സേജ് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെല്ലണം, എപ്രകാരം ചെല്ലണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെ? മടുത്തു പോകാതെ ഏത് നേരത്തും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കും. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അർപ്പിക്കണം. അപ്പോൾ സകല ബുദ്ധിയെയും കഴിയുന്ന ആ ദൈവ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിലവുകളെയും ക്രിസ്തുവേശുവിൽ നമ്മെ കാക്കും. അപ്പോൾ ആ ദൈവവചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ആ ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പല അനുഗ്രഹങ്ങളെയും പ്രാപിപ്പിക്കാനായിട്ട് കഴിയും. അനേക അനുഗ്രഹങ്ങൾ നമുക്ക് കഴിഞ്ഞ നാളുകൾ നമുക്ക് ഓരോരുത്തർക്കും സാക്ഷ്യം പറയാനായിട്ടുണ്ടല്ലേ. ആ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നത്. നമ്മൾ നന്നായി ഇരിക്കുവാൻ, അതെ, ഈ വചനങ്ങളെ നമ്മൾ പ്രമാണിച്ച് നടക്കണമെന്ന് നമ്മള് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായി ഇരിപ്പാനും നിങ്ങൾക്കും അതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കണം. ആ കൽപ്പനകളും ചട്ടങ്ങളും വിട്ടു നടപ്പാൻ ദൈവം നമ്മെ ഒരിക്കലും ഇടയാകാതെ ഇരുപ്പാൻ അതിനുവേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് ഈ ദുഷ്ടാത്മശക്തികളെ നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്ന് വിജയം പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് അടുത്തു ചെന്ന് നമുക്ക് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം വരുന്ന ദിവസങ്ങളിലും നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.